കോഴിനെ എന്തെങ്കിലും കൈ കിട്ടും അന്നേരം ചിക്കൻ ഉണ്ടാവോ എടി എടി ഉറക്കപ്രാന്തി എടി എടി The all tingle stars look like beautiful. സൺഡേ ആയിട്ടും ഉറങ്ങാനും സമ്മതിക്കൂലേ പ്രാന്തി. എനിക്കിടെ ഇടുന്നു അവളുടെ ടിങ്കിൾ സ്റ്റാർസ് എണീറ്റോണോട്ടോ അല്ലെങ്കിൽ ഇന്നലെ ബിസ്ക്കറ്റ് തിന്ന കാര്യം ഫുള്ളും ഞാൻ അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞു കൊടുക്കും. ഓ ഏത് നേരത്താണാവോ എനിക്ക് പാതിരാത്രി ബിസ്ക്കറ്റ് തിന്നാൻ തോന്നിച്ചത്. ഓ പൊണ്ടോരം. അങ്ങനെ വഴിക്കുക അല്ല പിന്നെ. എടി നിനക്ക് ഇന്നലെ നടന്നത് വല്ല ഓർമ്മയുണ്ടോ? ഇന്നലെ ഇവിടെ യക്ഷി വന്നില്ലായിരുന്നോ? നമ്മളാണിട്ടുണ്ട് ഇന്നലെ ഇവിടെ ഓടി എങ്ങനെയൊക്കെയോ കഥ കടിച്ച് പേടിച്ച് കിടന്ന് ഉറങ്ങിയില്ലേ? ശരിയാ ചേച്ചി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പേടി കിട്ടുമ്പോ ഇന്നലെ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ ഉറങ്ങിയതാ. നല്ല സ്വപ്നം കണ്ടോണ്ടിരിക്കായിരുന്നു. ചേച്ചി എന്തിനാ ഉറക്കത്തീന്ന് നീപ്പിച്ച? അതാദ്യം പറ. എടി നമുക്ക് ആ യക്ഷീനെ പിടിക്കണ്ടേ? അതിനുള്ള പ്ലാനൊക്കെ നമുക്ക് ഇടാം. അപ്പൊ നീ ആലോചിക്ക് കേട്ടോ. അന്നാ ഞാൻ ആലോചിക്കട്ടെ കേട്ടാ. ചേച്ചി ആലോചിക്കട്ടെ. ഞാൻ ആലോചിക്കട്ടെ. എന്തിടും ആലോചിച്ചോണ്ടിരിക്കട്ടാ. എനിക്കൊരു ഐഡിയ കിട്ടി. പറ വേഗമാവട്ടെ. നമുക്കേ ഈ അപ്പുറത്തായിട്ടുള്ള വീട്ടുകാരില്ലേ, അവർ വിളിച്ച് വരച്ച് വീട്ടിൽ രാത്രി നമുക്ക് ആ യക്ഷീനെ അടിച്ചു വന്നാലാ? ഈ ഇവിടത്തെ ഒക്കെ ഉള്ള എല്ലാ ആൾക്കാരെയും വിളിക്കണം. എന്നിട്ട് നമുക്ക് ആ യക്ഷീനെ അടിച്ചു പിടിച്ചാലാ? ഇതെന്തും ഭാവിച്ചാണ്. എടി പൊട്ടിയത് യക്ഷിയാണ്, യക്ഷി. അല്ലാതെ കാവിൽ ഉത്സവമൊന്നുമല്ല നാട്ടുകാരെ എല്ലാവരും കൂടി വിളിച്ചു കൂട്ടാനായിട്ട്. ചേച്ചി എന്നെ ഒന്ന് ആലോചിക്ക്. പിന്നെ ഇതിന് എൻ്റെ അടുത്തൊക്കെ ചോദിച്ചോ? ചേച്ചി എന്നെ ആലോചിച്ചോ. അല്ല പിന്നെ എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ പറയട്ടെ. നമുക്ക് ഇന്ന് രാത്രി ഒന്നും കൂടി അടുക്കളയിൽ പോയി നോക്കിയാലോ? ഒരു 1 മണിയൊക്കെ ആവുമ്പോൾ. അയ്യോ എൻ്റെ അമ്മോ ചേച്ചി, ആവശ്യമില്ലാത്തൊന്നും പറയില്ലേട്ടാ. ഇന്നലെ പേടിക്കല്. എൻ്റെ അമ്മോ, ചേച്ചി ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. ചേച്ചി ഒറ്റയ്ക്കൊക്കെ അങ്ങോട്ട് പോയാൽ ഞാനിവിടെ ഇരുന്നോളാം. എനിക്ക് യക്ഷിയുടെ ആവാനായിട്ട് യക്ഷീനെ കണ്ടിട്ട് വേണം. യക്ഷി എന്നെ മിക്കവാറും അടിച്ച് കൊല്ലും. അതാണ് എനിക്ക് വയ്യ. ചേച്ചി തന്നെ പോയിക്കോ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നടന്ന എല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് വന്നോ. സോ ഇന്ന് രാത്രി 12:50 നമ്മൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്നു. ഇപ്പം സമയം 12:50. നമുക്കൊന്ന് ഇറങ്ങിയാലോ? അത് നമുക്ക് നാളെ പോയാ പോരെ? ഇന്ന് തന്നെ പോണമെന്നുണ്ടോ? പറ്റില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം. വാ. അതിനു മുമ്പ് എനിക്കൊരു കാര്യമുണ്ട്. എൻ്റെ വെപ്പൺസൊക്കെ ഞാൻ എടുക്കും. അതിന് സമ്മതോടെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ. എന്ത് കുന്തോന്ന് വെച്ചാൽ എടുത്തോ. വേഗം വന്നാൽ മതി. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ശരി. കുറെ നേരം അതെല്ലാം കൊണ്ടിട്ട് ദമ്മിനെ ഞാൻ ഒറ്റയ്ക്ക് വിടാനാണ് പ്ലാൻ. സേഫ്റ്റി. ഇന്ന കത്തി എന്തിനാ? കൊല്ലാനാ? നമ്മളാരെങ്കിലും കൊല്ലാനാണോ പോണ? അല്ല, ഒരു സേഫ്റ്റി ഉള്ളൊരു. അയ്യോ, ഈ കോമാളി വേഷം കെട്ടാനായിരുന്ന വെപ്പൺസ് എന്ന് വലിയ കാര്യത്തിൽ നീട്ടി പറഞ്ഞത്. ഊരി വെച്ച പുതപ്പൊന്നും വേണ്ട, പുതപ്പും കത്തിയൊന്നും വേണ്ട, ടോർച്ച് മാത്രം മതി. സേഫ്റ്റി മെച്യൂരിറ്റി ഇല്ലാത്ത ചേച്ചി. ടോർച്ച് കഷ്ടായിപ്പോയി. പോരെ, ടോർച്ച് മാത്രമേ ഉള്ളൂ. പോവാ.
അയ്യപ്പോട്ട അടുക്കള കണ്ടത് തന്നെ പേടിയിട്ടെന്നയ്യ. ലൈറ്റ് ഇട് ആ ലൈറ്റ് ഇട്. ചേച്ചി ഇട്ടാ മതി. എടി നീ അളിയത് നീ ഇട്. പിന്നെ ചേച്ചി ഇട്ടാ മതി, ഇട്. ആ ശരി ബേളം വെക്കണ്ട, ഞാനിടാം. ലൈറ്റ് ഇട്ടോ ദൈവമേ, പിടിച്ചോ. ഫ്രിഡ്ജിൽ തന്നെ എടുക്കാം. ശരി, ആരാണാവോ? അത് പിന്നെ കുറച്ച് മീൻകറിയും ചോറും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായി. അപ്പം അതെടുക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ മോഷ്ടിക്കാനൊന്നും വേണ്ടി വന്നല്ല കേട്ടാ. എന്താന്നറിയില്ല, രാത്രി വളരെ വിശപ്പ് പോലെ. അംബുജം ആൻറ്റി ആയിരുന്ന. ഷോ, വെറുതെ പേടിച്ചു പോയി. ആൻറ്റിക്കൊന്ന് പറയായിരുന്നു വിശക്കുണ്ടെന്ന്, ഞാനെങ്കിൽ എടുത്തു തന്നേനെ. ഞങ്ങൾ എങ്ങനെയൊക്കെയാ പേടിച്ച് പറിച്ച് മുറിന്ന് ഇറങ്ങിയെന്ന് അറിയാവോ ആൻറ്റിക്ക്. ഒരുപോലെ കണ്ണുപോലെ അടച്ചിട്ടില്ല ഞങ്ങൾ ഇന്നലെ മര്യാദയ്ക്ക്. ഞാൻ തന്നെ ഉറങ്ങിയത് എങ്ങാണ്ടാ കുറച്ച് മണിക്കൂർ മാത്രം. എൻ്റെ ആൻറ്റിക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ എടുത്ത് തരൂലായിരുന്ന. ആൻറ്റി പേടിപ്പിച്ചോണ്ടിരിക്കായിരുന്നല്ലേ. ശോ, ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയത് പോലുമില്ല, കുറച്ച് മണിക്കൂർ ഉറങ്ങുള്ളൂ. ചേച്ചി പറഞ്ഞ തന്നെ. ശോ, ആൻറ്റിക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കാൻ പാടില്ലേ? എന്തിനാ ആൻറ്റി കട്ടെടുക്കണേ? ഇതേ കൊച്ചേ, വേണ്ടാതീരം പറയരുതിട്ടാ. ഞാൻ കട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല, കഴിച്ചതല്ലേ ഉള്ളൂ. ഭക്ഷണം കഴിക്കലാണോ? പിന്നെ പാതിരാത്രി ആയപ്പോൾ തന്നെ ഭക്ഷണം എടുത്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തലയിട്ട് അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിച്ച്, അത് 1 മണിക്ക്. പിന്നെ കട്ടെടുക്കല്ലാതെ എല്ലാവരും കാണിച്ചുകൊണ്ട് എടുക്കുമെന്ന് പറയണം. ഒന്ന് നിർത്ത് രണ്ടുപേരും കൂടി. എന്തായാലും ആ ചേച്ചി എടുത്തു, അത് ഫുള്ളും കഴിച്ചോട്ടെ. വാ നമുക്ക് പോവാം. ശരി. ഇനി എപ്പോഴെപ്പോഴും ഇങ്ങനെ കട്ടെടുക്കരുത് കേട്ടോ. കൊച്ചേ, വേണ്ടാതിനും പറയരുത് കേട്ടോ. ചേച്ചി കഴിക്കട്ടെ. ഓ നിർത്ത്, വാ പോവാ. ഷോ, എന്നാലും അത് അംബുജാൻ്റെ ആയിരിക്കും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്റെ ഒരു ഐഡിയ. നീ ഇപ്പം നാട്ടുകാരെ ഫുള്ളും വിളിച്ചു കൂട്ടിയെങ്കിൽ ആ അംബുജാൻ്റീനെ എല്ലാവരും കൂടി തല്ലിക്കൊന്നേനെ. ശരിയാ ചേച്ചി, ഇപ്പം കൊന്നേനെ ആ ചേച്ചീനെ. അതുകൊണ്ടാ പറയണ, മേലെ ഇനി നീ പൊട്ട ഐഡിയ ആയിട്ട് വന്നു പോകരുതെന്ന്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടാണ് ഇത്ര ഒരു വേർപ്പ് പോലെ. ചിലർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ട് വന്നത് തന്നെ. അപ്പോൾ ഇതിന് നല്ല വീഡിയോസൊക്കെ കാത്തിരിക്കുക നിങ്ങൾ. ഇതിനും നല്ല ഒരു സീരിയസ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. സോ ടേക്ക് കെയർ, ബൈ.